ലച്ചാച്ചി ലച്ചാച്ചി എന്താ ഒന്ന് വന്നേ. ഇല്ല. വാന്ന് എന്തിനാ വായിച്ചു ഇങ്ങോട്ട്. മനുഷ്യരെ കിടക്കാൻ സമ്മതിക്കും. വിളിച്ചില്ലല്ലേ? അതല്ല മലയാളത്തിൽ പറഞ്ഞ ഇല്ലെന്ന്. മെസ്സേജ് അയച്ച ആ അയച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? റിപ്ലൈ ഒന്നുമില്ല. റിപ്ലൈ ഇല്ലേ? லெச்சு லெச்சு சித்து கூப்பிட்டானா? ഇതുവരെയും കൂപ്പിട്ടില്ല. ஐயோ நீ கூப்பிட்டு பாரு. അങ്ങനെ അങ്ങ് കൂപ്പിട്ട് പാക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു എന്താ മെസ്സേജ് ആക്കി, ഒന്നുകൂടെ മെസ്സേജ് ആക്കി. എപ്പോ വിളിക്കുമെന്ന് കറക്റ്റ് ചോര്. ആ അത് തന്നെ ചോര് എപ്പോ വിളിക്കുന്നു കറക്റ്റ് ചോര്. ആ ആ ചേച്ചി ചേച്ചി എന്താ സിദ്ധുളെ വിളിച്ചാ? പിന്നെ വിളിച്ചല്ലോ. ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. കുറെ നേരം സംസാരിച്ച്. മെയിൻ ആയിട്ട് സംസാരിച്ചത് അറബിയുടെ ഭാര്യയാണ്. അറബി ഏത് ഭാഷയിലാ സംസാരിച്ചേ? തമിഴില് 3 അറബി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇതൊരു ഫ്ലുവൻ്റ് ആയിട്ടാണ് തമിഴ് സംസാരിക്കുന്നത് അറിയോ? പയറുമണി പോലെയാണ്. കനായിട്ട് തോറ്റു. ஐயோ கேசு அப்ப என்ன கூப்பிட வேண்டியதானே? ഇങ്ങനത്തെ ഇപ്പൊ എന്തോ പറഞ്ഞേ? தமிழ்ல பேசினாங்கன்னு. അതിന് മുമ്പ് എന്തോ പറഞ്ഞേ? വിളിച്ചില്ലെന്ന് പറഞ്ഞാ? ചേച്ചി വിഷമിക്കണ്ട, ഡിന്നർ സമയത്ത് വിളിക്കുമായിരിക്കും. വിഷമോ? ആർക്കും വിഷമം? എന്ത് വിഷമം? ഇനിയിപ്പോ അയാൾ എന്നെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ലച്ചു മോളെ സിദ്ധു വിളിച്ചായിരുന്നോ? വിളിച്ചില്ലേ? അതെന്താ വിളിക്കാത്തെ? അതെന്താ വിളിക്കാതെ? അമ്മൂമ്മ സിദ്ധുവിനെ വിളിച്ചു നോക്കി. ചേച്ചി മുല്ലപ്പൂ ഇപ്പൊ വാടും, കുറച്ചുകൂടെ കഴിഞ്ഞാൽ കരിഞ്ഞു. அது பரவாயில்ல, கேசுட்ட சொன்னா மறுபடியும் வாங்கி கொடுப்பான் இல்ல கேசு? പിന്നെ ഒരു 500 രൂപ ഇങ്ങട്. ഇപ്പൊ തന്നെ ഒരു 4. അല്ല അത് മോളെ, അവിടെ പ്രതീക്ഷിക്കാതെ ഒരുപാട് ആൾക്കാർ വന്നു കാണും. അപ്പൊ അറബി തിരക്കാവത്തില്ലയോ? അപ്പൊ അതിന്റെ കൂടെ സിദ്ധും തിരക്കാവേ. അതുകൊണ്ടായിരിക്കും മോളെ വിളിക്കാത്തത്. ആ പറഞ്ഞത് പോയിന്റ്. അല്ല എന്നാലേ ഈ സിദ്ധുവിന്റെ കാര്യത്തിൽ അറബിക്ക് ഇത്തിരി ശ്രദ്ധയൊക്കെ ആകാമായിരുന്നു. അമ്മമ്മേ, അറബാബുവിനെ കുറ്റം പറയാതെ. അറബാബുവിനെ എപ്പോഴും സിദ്ധുളെ എന്നെ ശ്രദ്ധിക്കാൻ പറ്റുമോ? എന്താ ശ്രദ്ധിച്ചാല്? അറബാവയുടെ മോനല്ലയോ സിദ്ധു? അല്ല മോനെ പോലെ സിദ്ധു എന്നല്ലേ അവള് പറയുന്നത്. அம்மா டென்ஷன் அடிக்க வேண்டாம் அம்மா. இப்போ அவங்க ரொம்ப பிஸியா இருப்பாங்க. அப்புறம் மெதுவா கூப்பிடுவாங்க. அப்ப நம்மளுக்கு எல்லாருக்கும் பேசலாம். മെസ്സേജ് അയച്ചത് കണ്ടില്ലേ? എന്നാ ഒന്ന് വിളിച്ചാലും നോക്ക്. അടിപൊളി നിക്കാതെ. തിരക്കിലായിരിക്കും. ഇനി ഇടന്ന് വിളിക്കേണ്ട കാര്യമില്ല. എന്നാലും ഹലോ ഹലോ സിദ്ധു. അല്ല അല്ല വിളിക്കാന്ന് പറഞ്ഞ എന്താ എന്ത്? അല്ല അപ്പൊ എപ്പ വിളിക്ക? ഹലോ എന്താ என்னடா இது? ചോയില് അകത്തോട്ട് എന്താ മോളെ? എന്താ லெச்சு എന്താ കാര്യം പറ. അയാളുണ്ടല്ലോ, അയാള് സിദ്ധു. അയാൾ വേറെ കളനാണ്. സിദ്ധു കളനാ, അറബാബും കളനാ. എന്താ കാര്യം പറ. ദൈവമല്ലേ? കൺകണ്ട ദൈവമല്ലേന്ന്? പിന്നെ കൺകണ്ട ദൈവം എന്നെ കൊണ്ടൊന്നും. അല്ല അറബി പറഞ്ഞിട്ടാ വിളിക്കാൻ പറഞ്ഞെന്നല്ലേ പറഞ്ഞത്? വീഡിയോ കോൾ ചെയ്യണം, മോളെയും കുഞ്ഞിനെയും കാണണം എന്നൊക്കെ പറഞ്ഞെന്നല്ലേ പറഞ്ഞേ? എന്റെ അമ്മൂമ്മ ആ സിദ്ധുവിനുണ്ടല്ലോ ഒടുക്കത്തെ ചാടയാണ്. ഒടുക്കത്തെ ചാടാന്ന് വെച്ചാൽ ഒടുക്കത്തെ ചാടാ. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞെന്താണെന്നറിയോ? ഒരു തവണ കോൾ കട്ട് ചെയ്തതല്ലേ, പിന്നെ വിളിച്ചോണ്ടിരിക്കുന്ന എന്തിന്? എനിക്കാണെങ്കിൽ മൊത്തത്തിൽ എന്ത് കാര്യത്തിലാണ് ഞാൻ ഈ സാധനമൊക്കെ വലിച്ചു വാരി കൊടുത്തത്. എന്റെ ലക്ഷ്യം നിനക്ക് ഇച്ചിരി നേരം കൂടെ ക്ഷമിക്കാൻ വയ്യായിരുന്നോ? ചിലപ്പോ വിളിച്ചാലോ? അയാൾ വിളിക്കാനാ, ഇന്നെ വിളിക്കാനാ. അമ്മമ്മയ്ക്ക് തോന്നുന്നുണ്ട് അയാൾ ഇനി വിളിക്കൂന്ന്. രണ്ടുപേരും കളഞ്ഞാണ്. വിളിക്കോ വേണ്ട, ഒന്നും വേണ്ട. ഡിന്നർ ടൈമിൽ വിളിച്ചാലോ? ചിലപ്പോ തിരക്ക് മാറുമ്പോ വിളിക്കും മോളെ. கண்டிப்பா கூப்பிடுவாங்க லெச்சு. ഫോൺ റിങ്ങീണ്. മാറി കളിയും വിളിക്കണ്. സിദ്ധുവാ? ഓ വീഡിയോ കോള് എടുക്കട്ടാ? തിരിച്ചു പിടിക്കണ. ഞാൻ എടുത്തില്ലല്ലോ. കട്ട് ചെയ്യത്. കട്ട് ചെയ്യണ എന്തിനാ? വീഡിയോ കോൾ വിളിച്ചോണ്ടിരിക്കുക. കട്ട് ചെയ്യണ. ചെയ്തു
ഹലോ സിദ്ധു, സിദ്ധു ഒരു 5 മിനിറ്റ് ഞാനിപ്പോൾ തിരിച്ചു വിളിച്ചാൽ മതിയോ? ശരി. പോയി പൂ മേടിച്ചോണ്ട് വാടാ. പോയി പൂ മേടിച്ചോണ്ട് വരാൻ. എവിടുന്ന് എങ്ങനെ? നീ എന്തെങ്കിലും ചെയ്ത് പോയി പൂ മേടിച്ചോണ്ട് വാടാ. പൂ മേടിച്ചോണ്ട് വാടാ. 1000 രൂപ. ഞാൻ പറഞ്ഞില്ല അറബാബ പാവാണെന്ന്. ശരിക്കും അറബാബുന് സിദ്ധു മോനെ പോലെയാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.